നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് അല്ലെങ്കിൽ NPP എന്ന് പറയുന്ന പാർട്ടി ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യ പാർട്ടിയാണ്. നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ലോഗാൻ തന്നെ. ഒരു സ്വയം സേവകനാണ്, 40 വർഷത്തോളം RSSൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ BJP ഫങ്ഷൻ ചെയ്യുന്നത് വടക്കേ ഇന്ത്യൻ ശൈലിയിലല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ഒരു ഭക്തി പാർട്ടി, ഒരു അമ്പല പാർട്ടിയായിട്ട് അധപ്പതിപ്പിക്കാൻ ഇവിടെ കേരളത്തിലെ മറ്റ് സംഘപരിവാർ സംഘടനകൾക്ക്, RSS അല്ല, വിഴിഞ്ഞം പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയാണ് അവിടെ മാർച്ച് നടത്തിയത്. അതൊരു പൊളിറ്റിക്കൽ BJP അല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പം നിലം സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. ഉഴുതുമറിച്ചിട്ട ഈ ഭൂമിയിൽ മോദിജിയുടെ വിത്ത് വിതച്ച് കൊയ്യാനുള്ള ഒരു ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് ചന്ദ്രശേഖർ. പൊളിറ്റിക്സിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം വരികയാണ്. മോദിജിയുടെ ഡയറക്റ്റ് മാൻഡേറ്റാണ് അദ്ദേഹത്തിനുള്ളത്. നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഹിന്ദു പാർലമെൻറ്റിൻ്റെ സെക്രട്ടറിയും വിവിധ സാമുദായിക സംഘടനകളുടെ നേതാവും അതോടൊപ്പം തന്നെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ CP സുഗതനാണ്. അദ്ദേഹത്തോട് നമുക്ക് സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ NPP എന്ന് പറയുന്നത് ഇപ്പോൾ NDAയുടെ ഒരു ഘടകകക്ഷിയാണ്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ NDAയുടെ വൈസ് ചെയർമാനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു IT പ്രൊഫഷണൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് എത്തുമെന്ന്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു അധ്യക്ഷ പദവി BJPക്കും NDAയ്ക്കും ഗുണമാകുമോ അതോ ദോഷമാകുമോ? നമ്മളിപ്പോൾ രണ്ടുപേരും അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ട് കണ്ടു കഴിഞ്ഞപ്പം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ BJP സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള വരവ്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഉത്തരം പറയുന്നതിൽ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. അതിനെ രണ്ട് രീതിയിൽ ഞാൻ കണ്ടിട്ട് മറുപടി പറയാം. ഒന്ന്, ഈ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് അല്ലെങ്കിൽ NPP എന്ന് പറയുന്ന പാർട്ടി ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തു എന്ന് ഞാൻ പറയത്തില്ല, അനൗൺസ് ചെയ്തു. അത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യ പാർട്ടിയാണ്. നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ലോഗാൻ തന്നെ. പഴയ മൈനോറിറ്റി കമ്മീഷൻ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട അഗഷൻ സാറാണ് അതിൻ്റെ നേതാവ്. അതൊരു BJPയുടെ അറിവോടുകൂടി ക്രിസ്ത്യൻ വോട്ടുകൾ സംഘ പരിവാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി BJPക്ക് കേരളത്തിൽ ഒരാവശ്യമാണ്. മാറി വരുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹവും മാറിയിട്ടുണ്ട്. അവരും ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരൊക്കെ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രൂപീകരിച്ച പാർട്ടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആനന്ദബോസ് മുതൽ അറിഞ്ഞിട്ടുള്ള ഒരു താഴോട്ട് വന്നിട്ടുള്ള, അപ്പോൾ ഞങ്ങളതിൻ്റെ ചേർന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തു. അപ്പോൾ ഞങ്ങളത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പാർട്ടിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പാർട്ടി ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ 1,00,000 പേരെ വെച്ച് ഞങ്ങളിത് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. ക്രിസ്തീയ സഭകളും ഹിന്ദു സമുദായ സംഘടനകളും കൂടെ ചേർന്ന്. അപ്പോൾ ഈ ഒരു ആലോചനയിൽ ഇരിക്കുമ്പോഴേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നു എന്ന് പറയുമ്പോഴേ NDAയുടെ ഒരു ചെറിയ ഘടകകക്ഷി തുടക്കക്കാർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ NPPയിലുള്ള നേതൃനിരയും ഒരു പ്രൊഫഷണൽ അപ്രോച്ചുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ സംഘപരിവാറിൻ്റെ ഒരാളാണ്, ഒരു സ്വയം സേവകനാണ്, 40 വർഷത്തോളം RSSൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ എപ്പോഴും ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ സർക്കാർ ഉദ്യോഗം VRS എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മാനേജ്മെൻറ്റോട് കൂടിയിട്ടാണ് സാമൂഹിക കാര്യങ്ങളായാലും ബിസിനസ് കാര്യങ്ങളായാലും നീക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഈ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് സ്പെസിഫിക്കായിട്ടൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ NDAയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നതിൽ. അത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രതീക്ഷിതമായിരുന്നു വരവ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻജിയോ അല്ലെങ്കിൽ MD രമേശോ ഒക്കെ വരും എന്നായിരുന്നു. പക്ഷേ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരാഴ്ച മുമ്പോട്ട് ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വരും എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ ഈ NDAയുടെ ഘടകകക്ഷിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഒരു RSSൻ്റെ ഒരു കേഡർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു 40 വർഷത്തോളം ഞാൻ ഏകദേശം വടക്കേ ഇന്ത്യയിലായിരുന്നു. അവിടെ ഞാൻ BGക്ക് പഠിക്കുമ്പോൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ
RSSൻ്റെ മുഖ്യശനായിരുന്നു. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് BJPയുമായിട്ട് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ BJP നേതാക്കളുമായിട്ട് എനിക്ക് അവിടെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 90കളുടെ അവസാനം ഇവിടേക്ക് സ്ഥലം മാറി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ സേവാഭാരതിയിലായിരുന്നു. പിന്നെ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ പരമേശ്വർജിയുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിൽ ഈ BJP ഫങ്ഷൻ ചെയ്യുന്നത് വടക്കേ ഇന്ത്യൻ ശൈലിയിലല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ഒരുപാട് BJPക്കാർക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ BJP ക്ലച്ച് പിടിച്ചു, എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പല പത്രപ്രവർത്തകരും RSSൻ്റെ ലീഡേഴ്സിനോടും BJPയുടെ ലീഡേഴ്സിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ പറയും ഇത് കണക്ക് കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റുണ്ട്, മൈനോറിറ്റീസിൻ്റെ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റീസ് അവരെപ്പോഴും ഹിന്ദുത്വയ്ക്കെതിരാണ്, അവർ 50% പോപ്പുലേഷനുണ്ട്. ആക്ച്വലി ഇതൊന്നുമല്ല. UPയിൽ നോക്കിക്കോ, UPയിൽ മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ നല്ല രീതിയിലുണ്ട്. അപ്പോൾ മൈനോറിറ്റീസ് അല്ല വിഷയം. കേരളം ഒരു പ്രത്യേക ഇത് നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ പൊതുവേ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളവരാണ് എല്ലാ കാര്യത്തിലും, ദൈവത്തിൻ്റെ കാര്യത്തിലായാലും അത് അരിയുടെ കാര്യത്തിലായാലും. അപ്പോൾ ഇതിനൊരു കൃത്യമായ ഒരു ഉത്തരം പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആ വരവിനെ ബന്ധപ്പെടുത്തിയാണ് ഞാനിതിപ്പോൾ പറയാൻ കാര്യം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് ഈ കേരളത്തിലെ BJPയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്ക് ഒരു സ്വതന്ത്രമായ നിലനിൽപ്പ് കേരളത്തിലില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. BJP സ്വതന്ത്രമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം, മാരാർജിയുടെയും രാമപിള്ളച്ചേട്ടൻ്റെയും ഒക്കെ ഒരു കാലം. പക്ഷെ പിന്നീട് വന്ന ആ ഒരു കാലം BJPക്ക് നേതാക്കന്മാരുണ്ട്, BJPയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ BJPയെ നിയന്ത്രിക്കുന്നത് ഒരു അദൃശ്യമായിട്ട് ഒരു സംഘപരിവാർ ശക്തികളാണ്. അത് അങ്ങനെ വേണം എന്നാണ്. കാരണം RSSൻ്റെ ഒരു പൊളിറ്റിക്കൽ വിങ് ആവുമ്പോൾ RSS എപ്പോഴും നിയന്ത്രിക്കുന്നതാണ്, മദർ സംഘടന ഉപദേശം കൊടുക്കും. പക്ഷേ വടക്കേ ഇന്ത്യയിൽ അതൊരു ലോജിസ്റ്റിക് സപ്പോർട്ടും ഒരു അമ്മ എങ്ങനെയാണോ മക്കളെ സംരക്ഷിക്കുന്നത് അതേ രീതിയിലാണ് BJP അവിടെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കേരളത്തിൽ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. CK പത്മനാഭനെ പോലുള്ള വളരെ പ്രാഗൽഭ്യമുള്ള BJP നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പ്രവർത്തിച്ച് മുന്നേറി ജനങ്ങളുടെ ഇടയിലേക്ക് സ്വന്തം ആശയങ്ങളും ഐഡിയകളും വെച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെ ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്നു. ആ ഒരു കാര്യം ഈ ചന്ദ്രശേഖർജിയുടെ അടുത്ത് നടപ്പാവത്തില്ല. അതാണ് ആദ്യത്തേത്. കേരള BJPയുടെ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ചന്ദ്രശേഖർജിയുടെ വരവെന്ന് ഞാൻ പറയാൻ കാര്യം ഈ 50 വർഷത്തെ BJPയുടെ ചരിത്രം അനാലിസിസ് ചെയ്തിട്ടാണ്. രാജീവ് ചന്ദ്രശേഖർജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഒരു സംഘപരിവാറിൻ്റെയും അനുയായിയല്ല, ഒരു സംഘപരിവാറിൻ്റെയും വിധേയത്വമുള്ള ആളല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആയിട്ടൊരു ലൈനുണ്ട്. അതായത് നിലവിലുള്ള ഇപ്പോൾ എന്താ പറയുക, ഈ BJPക്ക് അകത്തുള്ള ഒരു ഗ്രൂപ്പുകളുണ്ട്. അത് ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരം മൂലമാണ് BJPക്ക് പല തെരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഗ്രൂപ്പുകളില്ലായിരുന്നു എങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള ഒരാൾ തന്നെ BJPയുടെ അധ്യക്ഷനായിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് BJPയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അതിനു മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ ഒന്നുകൂടെ വരുത്താനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ 50 വർഷത്തിന് BJPയുടെ നേതൃത്വത്തിന് മാരാർജിക്ക് ശേഷം ഒരു സ്വതന്ത്രമായ നിലനിൽപ്പില്ല. അപ്പോൾ ഈ BJPയുടെ കേരളത്തിലെ ആ ഒരു പോക്ക് അതർ സംഘപരിവാർ സംഘടനകൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കനുസരിച്ചാണ് പോയിക്കൊണ്ടത്. കേരളത്തിൽ എപ്പോഴും ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവങ്ങൾ, ഭക്തി, ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ബന്ധപ്പെടുത്തി കേരളത്തിലെ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അതിനൊരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലമുണ്ട്. RSS ഇവിടെ വരുമ്പോൾ അമ്പലങ്ങളുടെ അമ്പലത്തിലൊക്കെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ എന്നും BJPയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ BJPയുടെ കേരള ഘടകം നേതൃത്വമോ വടക്കേ ഇന്ത്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭക്തിയുടെ നിറവിലാണ്. അപ്പോൾ BJP പ്രവർത്തിക്കുന്നത് ഏകദേശം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പല പ്രവൃത്തികളും റിലീജിയസ് ആണ്. ഒരു അമ്പല പാർട്ടിയാണത്.
അതിനെ ഒരു ഭക്തി പാർട്ടി, ഒരു അമ്പല പാർട്ടിയായിട്ട് അധപ്പതിപ്പിക്കാൻ ഇവിടെ കേരളത്തിലെ മറ്റ് സംഘപരിവാർ സംഘടനകൾക്ക്, RSS അല്ല, RSS ഒരു മദർ സംഘടനയാണ്, അത് അതിൻ്റെ എനർജി അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയിൽ കൂടെ BJP ഒരു കുറേ കാലം സഞ്ചരിച്ചതുകൊണ്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം പലപ്പോഴും കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് മോദിജിയുടെ വരവിന് ശേഷമാണ്. ഞാനിപ്പോൾ ഒരു 40 വർഷം കൊണ്ട് ഈ കേരളത്തിലെ ഈ സംഘപരിവാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ, ഒരു 25 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് താമസിച്ച ഒരാളെന്നുള്ള നിലയിലും ഇപ്പോൾ രാജേട്ടൻ്റെയൊക്കെ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളൊക്കെ വോട്ട് പിടിക്കാൻ ഇറങ്ങും. കിട്ടുന്നത് 4% വോട്ടായിരിക്കും. മോദിജിയുടെ വരവിന് ശേഷമാണ് BJP യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അത് അമ്പലത്തിലെ ആന എഴുന്നള്ളിപ്പിനെ പറ്റി, അല്ലെങ്കിൽ ശബരിമല ഭക്തർക്ക് മറ്റേ ഇതില്ല, അവിടുന്ന് വരുന്നവർക്ക് കക്കൂസില്ല, കുളിമുറിയില്ല, ഇതൊക്കെയാണ് BJPയുടെ വിഷയങ്ങൾ. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങളും പറയാൻ BJPയെ അനുവദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ തുടർച്ച വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം ശബരിമല കക്കൂസില്ലെന്ന് മാത്രമുള്ളതല്ലല്ലോ, അവർക്ക് ജീവിത പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത് പറയാൻ LDFനും UDFനും വേറെ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ജനകീയമായി, നമ്മൾ ജനകീയമല്ലാതായിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജനകീയമല്ലാത്ത BJPയാണ് മോദിജി വരുന്നിടം വരെ നമ്മൾ കണ്ടത്. എപ്പോഴും അമ്പല പാർട്ടിയായിട്ട് അത് വസിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. മോദിജിയുടെ വരവിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ തന്നെ അവരെ സഹായിക്കാൻ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ NDAയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് പോയിരുന്നു. അതുപോലെ തന്നെ അനിൽ ആൻ്റണിയുടെ അപ്പോൾ പോയിരുന്നു. അപ്പോൾ മോദിജിയുടെ വരവിന് ശേഷം നോക്കണം, അവിടെ എന്താ പറഞ്ഞു, വികസനം പറഞ്ഞു, അവിടെ ദേശീയത പറഞ്ഞു. ക്രിസ്ത്യൻസിനോട് ഒക്കെ നമ്മൾ പറഞ്ഞ നിങ്ങളൊക്കെ ദേശീയവാദികളാണെങ്കിൽ തീർച്ചയായിട്ടും മോദിജിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേശീയത പറഞ്ഞു, വികസനം പറഞ്ഞു, അന്തർദേശീയത പറഞ്ഞു, മോദിജിയുടെ വിദേശ രാജ്യങ്ങളിലുള്ള ആ ഒരു പ്രഭാവം പറഞ്ഞു. ചരിത്രത്തിലാദ്യമായിട്ട് BJP അമ്പല പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. അതാണ് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന. കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. ഈ ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ക്ലച്ചസിൽ നിന്ന് നിങ്ങളൊന്ന് മോചിതരാകൂ, നിങ്ങൾ രാഷ്ട്രീയം പറയൂ. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കഴിഞ്ഞ വിഴിഞ്ഞം പ്രശ്നം എസെൻഷ്യലി ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ പ്രോബ്ലം. അവിടെ വിഴിഞ്ഞം പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയാണ് അവിടെ മാർച്ച് നടത്തിയത്. അതൊരു പൊളിറ്റിക്കൽ, BJP അല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഘപരിവാർ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. BJP എന്ന് പറഞ്ഞ ഒരു അമ്പല പാർട്ടിയാണ്, അമ്പലത്തിൽ ആന എഴുന്നള്ളിക്കണം, അവിടെ ഉത്സവം നടത്തണം. ഇതിൽ നിന്നൊരു മാറ്റം മോദിജി കൊണ്ടുവന്നു. ആ ട്രൂ മോദിജിയുടെ ഒരു പ്രതീകമായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർജി വന്നതോടുകൂടി ഒരു കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്സിന് വലിയ സാധ്യതയാണ്. ഇപ്പം സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ ഉഴുതും മറിച്ചിട്ടിരിക്കുകയാണ്. സുരേന്ദ്രന് ഏറ്റവും വലിയ വിമർശനമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഉഴുതുമറിച്ചിട്ട ഈ ഭൂമിയിൽ മോദിജിയുടെ വിത്ത് വിതച്ച് കൊയ്യാനുള്ള ഒരു ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ് ചന്ദ്രശേഖർ. അതാണ് അതിൻ്റെ അതിൽ. അപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, ഒരു ആശയമെല്ലാം ഒന്ന് തന്നെ, പക്ഷേ ഒരു പ്രായോഗിക മാറ്റം ചന്ദ്രശേഖർജിയുടെ ഇതോടുകൂടി വരും എന്നുള്ള ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ ഇത് BJPയിൽ ഗ്രൂപ്പില്ലെന്നൊന്നും ഞാൻ പറഞ്ഞാൽ ഗ്രൂപ്പിലില്ലാതാവത്തില്ലല്ലോ. പക്ഷേ അവിടെയും ചന്ദ്രശേഖർജിക്ക് ഗ്രൂപ്പില്ല, രാജീവ് ചന്ദ്രശേഖറിന് ഗ്രൂപ്പില്ല. അദ്ദേഹം മുമ്പേ പറഞ്ഞ രീതിയിലാണ് വരുന്നത്, പ്രൊഫഷണലായിട്ടാണ് വരുന്നത്. പൊളിറ്റിക്സിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം വരികയാണ്. മോദിജിയുടെ ഡയറക്റ്റ് മാൻഡേറ്റാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ഈ ലോക്കൽ ഗ്രൂപ്പിസമൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നേ നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് നടത്തിക്കാനുള്ള സാവധാനം കുറവാണ്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻജിയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒരു BJP പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഓളം ഉണ്ടാക്കും. ഈ അമ്പലത്തിൻ്റെ ഈ പിടിയിൽ, അല്ലെങ്കിൽ ഈ ഭക്തിയുടെ പിടിയിൽ നിന്ന് ഈ BJP ഒന്ന് മോചിപ്പിക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാനിതൊക്കെ ചെയ്തത്. ഭക്തി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും റിലീജിയസ് വേണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേ അതിനെക്കാട്ടി നല്ലൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ശോഭാജിയും അല്ലെങ്കിൽ മറ്റുള്ള MD രമേശ് നല്ലൊരു താത്വികനായ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് BJP പ്രസിഡന്റ് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവരാര് വന്നാലും ഗ്രൂപ്പിസം നിലനിൽക്കും. അങ്ങ് ചോദിച്ച ഇതാണ് ഈ കഴിഞ്ഞ ഒരു 25 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഗ്രൂപ്പിസത്തിൻ്റെ അവസാനത്തെ യുദ്ധത്തിലേക്ക് ഇത് പോകുമായിരുന്നു ഈ ചന്ദ്രശേഖർജി അല്ലാതെ വേറെ ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ. ഈ ചന്ദ്രശേഖർജിയുടെ ഇന്നലത്തെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളത്തിലുള്ള അദ്ദേഹത്തിന്റെ മലയാളത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതിന് ഒക്കെയുള്ള ഒരു
കുറവ് നമ്മൾ പല രാഷ്ട്രീയ നിരീക്ഷകരും എടുത്തു പറയുകയുണ്ടായി. അത് പ്രാദേശിക തലത്തിൽ അദ്ദേഹത്തിന് നേതാക്കളുമായി ബന്ധപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാവുമോ? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം എസെൻഷ്യലി അദ്ദേഹം 18 വർഷം MP ആയിട്ടിരുന്നു. അദ്ദേഹം കേരളവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. പിന്നെ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നു. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, വിദേശത്ത് പഠിച്ചു, അവിടെ ഇവിടെയൊക്കെ വളർന്നു. എന്തായാലും കേരളവുമായിട്ട് മാതൃഭാഷയുമായിട്ട് വലിയൊരു ബന്ധമില്ല. മലയാളം സംസാരിക്കും. പക്ഷേ ഇപ്പം ഇസ്രയേലിലെ അല്ലെങ്കിൽ ഹമാസിൻ്റെ പാലസ്തീൻ യുദ്ധം അങ്ങേപോലെ നല്ല ഇത്രയും ഗ്രാഹ്യമുള്ള ഒരാളുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന അങ്ങക്ക് ഈ മാധ്യമ ഫീൽഡിലുണ്ടായിരുന്നുകൊണ്ട് പാലസ്തീനിലെ ഓരോ കാര്യങ്ങളും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം ഒരു ചൈൽഡൊന്നും അല്ലല്ലോ, ഒരു കുട്ടിയൊന്നുമല്ല. അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ട് ലെവൽ തൊട്ട് ഉയർന്ന തലങ്ങളിൽ വരെ, ഞാൻ മുമ്പേ പറഞ്ഞ സൈദ്ധാന്തികമായിട്ടുള്ള ഈ BJPയുടെ പരിമിതികൾ വരെ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ ഭാഷ, ഇപ്പോൾ CP സുഗതൻ ഭാഷ പറയുന്നതിൻ്റെ തൊട്ടൊന്നും അദ്ദേഹം പറയണം നിർബന്ധമില്ല. പക്ഷേ ഒരു സക്സസ്ഫുൾ BJP പ്രസിഡന്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ആവശ്യം. അവിടെ ഭാഷ ഒരു വലിയൊരു ഘടകമാണെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്യാവശ്യത്തിന് അദ്ദേഹത്തിന് ഭാഷ അറിയാമല്ലോ.